ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മൂലം നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മൂലം നക്ഷത്രം ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ മൂലം നക്ഷത്രം ധനുക്കൂറാണ്. മൂലം നക്ഷത്രക്കാർ ധനുക്കൂറുകാരാണ്. അസുര ഗണമാണ്, നിര്യതിയാണ് ദേവത. അതുപോലെ തന്നെ പക്ഷി, മൂലം നക്ഷത്രക്കാരുടെ പക്ഷി കോഴിയാണ്. വൃക്ഷം പൈൻ എന്ന് പറയുന്ന വൃക്ഷമാണ്. ഈ നക്ഷത്രത്തിൻ്റെ രൂപം തന്നെ ഒരു കാഹളം പോലെയാണ്. എന്തിനാണ് ഈ നക്ഷത്രക്കാരുടെ പക്ഷിയെക്കുറിച്ചും വൃക്ഷത്തെക്കുറിച്ചും പറയുന്നത്? പക്ഷിയെ നമ്മൾ വളർത്തുക, അല്ലെങ്കിൽ പക്ഷിയെ വളർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ആ പക്ഷിയെ ദ്രോഹിക്കാതെ എങ്കിലും ഇരിക്കുക. വൃക്ഷം വെച്ച് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണ്. ഏകദേശം ഒരു 3.5 വയസ്സ് വരെ ഇവർക്ക് കേതുദശാകാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കേതുവിലുള്ള ജനനമായതുകൊണ്ട് കുറച്ച് അരിഷ്ടത ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ്. അശ്വതി, മകം, മൂലം, ആയില്യം, കേട്ട, രേവതി ഗണ്ണാന്ത നക്ഷത്രങ്ങളായിട്ടാണ് കൽപ്പിക്കപ്പെട്ടില്ല. അശ്വതിയുടെയും മകത്തിൻ്റെയും മൂലത്തിൻ്റെയും ആദ്യ 15 നാഴികയൊക്കെ ഉള്ളു ദോഷം. അതായത് അശ്വതി നക്ഷത്രത്തിൻ്റെയും അശ്വതി, മകം, മൂലം നക്ഷത്രം, ഈ മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ ഗണ്ണാന്ത പാദത്തിലാണ്. ആദ്യത്തെ 3 നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ അഭുക്ത സന്ധിയാണ്. അപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ മരണം നടക്കുന്ന യോഗമാണ് അഭുക്ത സന്ധി എന്ന് പറയുന്നത്. പക്ഷേ ആ ദോഷമുള്ള പാദം ഒഴിച്ചാൽ ബാക്കിയുള്ള മൂലം നക്ഷത്രത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് ദുരിതമൊന്നും പറയാനില്ല. എങ്കിൽ തന്നെയും ജനനം കേതുർദശയിലായതുകൊണ്ട് ഒരു 3.5 വയസ്സ് വരെ അല്പം ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ പൊതുവെ സുഖലോലുപതയോട് ഭയങ്കരമായിരിക്കുന്ന താല്പര്യം കാണിക്കുന്നവരാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആഭരണം, നല്ല വീട്, നല്ല വാഹനം, ഇങ്ങനെയൊക്കെയുള്ള ആർഭാട കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു വിഷയത്തിൽ അത്ര കണ്ട് ഏകാഗ്രത, അതായത് ഒരു ക്ഷമത പാലിക്കത്തില്ല. പെട്ടെന്ന് ഒരല്പം ധൃതി കൂടിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കാര്യവും പെട്ടെന്ന് തന്നെ സാധിക്കും. ഇതുമൂലം ഇത്തരം ധൃതി വെച്ചുള്ള പെരുമാറ്റം കൊണ്ട് ചില ദോഷ ദുരിതങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വളരെ സൗമ്യമായിരിക്കുന്ന പെരുമാറ്റമുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ അഭിമാന ചിന്ത, മൂലനക്ഷത്രത്തിൽ കൂടുതൽ പേരും വളരെയധികം അഭിമാന ചിന്ത, ചിലപ്പോൾ ദുരഭിമാനമായി പോകുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ചിലയിടത്തൊന്നും നമ്മളങ്ങനെ ഒരുപാട് ഈഗോ വെച്ച് പുലർത്താൻ പാടില്ല. ഇപ്പം അതിന് ഉദാഹരണമാണ് പൊതുപ്രവർത്തന രംഗം, ജനസേവന രംഗം. സർക്കാർ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സാമൂഹ്യ തലത്തിലാണെങ്കിലും സേവന രംഗവുമായി ബന്ധപ്പെടുന്നവർക്ക് ഈഗോ വെച്ച് പുലർത്താൻ പാടില്ല. എന്നാൽ ഇവരിൽ പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. സൗമ്യമായ പെരുമാറ്റമാണ്, വളരെയധികം അഭിമാന ചിന്ത കൂടുതലായി പുലർത്തുന്നവരാണ്. അതുപോലെ തന്നെ പരോപകാര താല്പര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാൻ. ഒരാൾക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അപകടമോ വന്നാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരാവില്ല. പരോപകാര തൽപരത കൂടും. ഇവരുടെ ഈ പരോപകാര തൽപരത കൂടി സ്വയം ചില നാശങ്ങളും വരുത്തി വെക്കുന്ന നക്ഷത്രക്കാരൻ, എന്നാലും അവരത് തന്നെ ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി നല്ലതുപോലെ ഉള്ള നക്ഷത്രക്കാരാണ് മൂലനാളുകാർ. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യനെ, നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. വലിയ ഡിഗ്രി ഉള്ളതോ പദവിയുള്ളതോ PhD ഉള്ളതോ ഒന്നുമല്ല. മറ്റൊരു മനുഷ്യനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാതെയും പെരുമാറാതെ ഇരിക്കുക എന്നുള്ളതാണ് മഹത്വം. അത്തരം ഒരു മഹത്വം ഈ നക്ഷത്രത്തിനുണ്ട്. അതുപോലെ തന്നെ നേതൃത്വശീലം, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയും. എല്ലാവർക്കും ഒന്നും നേതാവാകാൻ പറ്റത്തില്ല. ആ നേതൃത്വ പാഠവും ഉണ്ട്, നേതൃത്വ യോഗവുമുണ്ട്. ഈ 2 കാര്യങ്ങളും ഈ മൂലനക്ഷത്രക്കാരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇവർ എവർലാസ്റ്റിംഗ് ഫൈറ്റേഴ്സാണ്. പരാജയത്തിൽ നിരാശരാകുകയില്ല. ചിലർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വന്നാലൊരു തിരിച്ചടി ഉണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തലയിൽ കൈവച്ചിരിക്കും. എന്നാൽ ഈ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എവർലാസ്റ്റിംഗ് ഫൈറ്റേഴ്സാണ്. പരാജയത്തിൽ നിരാശപ്പെടുത്തില്ല, മറ്റൊരു വഴി കണ്ടുപിടിച്ച് അങ്ങനെ കയറിപ്പോകും. ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസക്കാരാണ് ഏത് കാര്യത്തിൽ. അതുപോലെ ഈശ്വര വിശ്വാസങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ, ഈശ്വര വിശ്വാസത്തിലൊക്കെ അതീവ തൽപരരായിരിക്കും. ക്ഷേത്രങ്ങളിൽ പോവുക, പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുക, പുണ്യപരമായ കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മതത്തിൽ അധിഷ്ഠിതമായിരിക്കും. നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും, നല്ല ചുറുചുറുക്കുള്ളവരായിരിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള മദ്യപാനാസക്തി മൂലം നക്ഷത്രത്തിൽപ്പെട്ട 90% ആളുകളിലും കാണുന്ന ഒരു പ്രവണതയാണ് മദ്യപാനാസക്തി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ആ ഒരു താല്പര്യം, അതുപോലെ തന്നെ ചില വിഹിതമല്ലാത്ത ബന്ധങ്ങൾ, പിന്നെ അതിൽ നിന്നൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തന്നെ ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 40 വയസ്സിന് ശേഷം അങ്ങോട്ടായിരിക്കും ജീവിതത്തിൻ്റെ ഒരു യൗവനഘട്ടം കഴിഞ്ഞൊരു 40 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരുന്നത്. ഈ മൂലനക്ഷത്രക്കാർ പൊതുവെ ജനസേവന രംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തനം, ഗവൺമെൻറ് തരത്തിലുള്ള ജോലികൾ, സിനിമ, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങൾ, മാധ്യമ രംഗങ്ങൾ, ഇവിടെയൊക്കെ തന്നെ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. വൈഡൂര്യമാണ് ഭാഗ്യരത്നം. ചുവപ്പ്, മഞ്ഞ തുടങ്ങിയവയാണ് മൂലനക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.